السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. പ്രിയപ്പെട്ടവരെ, നാം ചെയ്തു കൂട്ടുന്ന പ്രവർത്തനങ്ങൾ മൂലമാണ് അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഔദാര്യങ്ങളും നിഅമത്തുകളുമെല്ലാം തടയപ്പെട്ടു പോകുന്നത്. ലഹറൽ ഫസാദു ഫിൽ അർളി ഫിൽ ബർരി വൽ ബഹരി. ഖുർആൻ പറയുന്നു, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി. കരയിലും കടലിലും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉടലെടുത്തത് ബിമാ കസബത്ത് ഐദിന്നാസ്, ജനങ്ങളുടെ ചെയ്തികൾ കൊണ്ടാണ്, അവരുടെ കുറ്റം കുറവും കൊണ്ട് തന്നെയാണ്, നമ്മളൊന്നും ചെയ്തിട്ടില്ല എന്ന്. അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് നമ്മുടെ പ്രവർത്തനം അനുസരിച്ചായിരിക്കും കാര്യങ്ങൾ ഉണ്ടാവുക. മറ്റുള്ളവരോട് ദയയോടെ പെരുമാറുമ്പോൾ അള്ളാഹു നമ്മോട് ദയയുള്ളവനായി മാറും. മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കുമ്പോൾ യർഹമുക്കും മൻ ഫിസ്സമാ, അള്ളാഹുവിൻ്റെ മലായിക്കത്തിൽ കിറാം നമുക്ക് വേണ്ടി ദുആ ചെയ്യും, അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കും. അങ്ങനെയാണ് വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. അള്ളാഹുവിൻ്റെ പതിവ് തന്നെ അങ്ങനെയാണ് എന്ന് സ്വഹീഹായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. ഒരു മനുഷ്യൻ മറ്റൊരുത്തനെ സഹായിക്കുമ്പോഴാണ് അള്ളാഹു അടിമയെ സഹായിക്കുന്നതിലാവുക എന്ന്. നാം മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു എന്നതനുസരിച്ചാണ് അള്ളാഹു നമ്മോട് പെരുമാറുക. നല്ല നീയത്തോടുകൂടിയും മറ്റുള്ളവരെ സഹായിക്കുന്ന തരത്തിലും ഒറ്റയായും കൂട്ടമായും ഒരാൾ രംഗത്തുണ്ടെങ്കിൽ അയാൾക്ക് സംഭവിക്കുന്ന ഏത് അപകടങ്ങളെയും അള്ളാഹു തന്നെ നീക്കിക്കൊടുക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നല്ല മനുഷ്യരുടെ ചെറിയ ചെറിയ വീഴ്ചകളെ കണ്ട് അയാൾ നശിച്ചുപോയി, അയാളുടേത് തീർന്നു, അയാളിനി ഇല്ല എന്ന് ചിന്തിച്ചേക്കരുത്. അവർ സേവന പ്രവർത്തനങ്ങളിൽ മുഴുകിയ ആളാണെങ്കിൽ, ആ വ്യക്തി മറ്റുള്ളവർക്ക് വേണ്ടി ഓടി നടന്നയാളാണെങ്കിൽ, അയാൾക്ക് ഇന്ന് എന്തോ ഒരു അപകടം പറ്റിയെന്ന് നമുക്ക് തോന്നുന്നെങ്കിൽ പോലും അയാൾ വെളിച്ചത്ത് വരും. അയാൾ ഇനിയും തെളിഞ്ഞു നിൽക്കും. അയാൾ ഇനിയും ഞെളിഞ്ഞു നിൽക്കാനുള്ള അവസരവും ഇസ്സത്തും അള്ളാഹു നൽകും. അള്ളാഹു ക്ഷമാശീലനാണ്, അള്ളാഹു ഹലീമാണ്. ഹലീം എന്നതിന് ഹാ എന്ന അൽഹംദുലില്ലാ എന്ന് പറയുമ്പോഴുള്ള ഹായാണ് ഉപയോഗിക്കുക. യാ ഹലീമു യാ അള്ളാ എന്ന അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹസ്നയിലെ 33-ാമത്തെ ഇസ്മ. 33-ന് വലിയ പ്രത്യേകതയുണ്ടല്ലോ. 33 അള്ളാഹുവിന് ദിക്ർ ചൊല്ലുമ്പോൾ, സുബ്ഹാനല്ലാഹ് പറയുമ്പോൾ, പിന്നെ അള്ളാഹു അക്ബർ പറയുമ്പോഴൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ നമ്പർ, ആ നമ്പരിൽ, ആ ഒരു അക്കത്തിൽ, ആ ഒരു കണക്കിൽ വലിയ പ്രത്യേകതയും സ്നേഹവും അള്ളാഹ്ക്കുണ്ട്. അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയെ കൊണ്ട് റബ്ബിനോട് ചോദിക്കണമെന്ന് പറഞ്ഞ ഖുർആൻ, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന് അതിമനോഹരമായ നാമങ്ങളുണ്ട്. ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. നിങ്ങൾ എന്തേലും അള്ളാഹുവോട് ചോദിക്കുന്നുണ്ടെങ്കിൽ അത് മുൻനിർത്തി ചോദിക്കണം. 100 അസ്മാഉൽ ഹുസ്ന ചൊല്ലിയാൽ അള്ളാഹുവിന് നമുക്ക് തരാനുള്ള ഒരു വലിയ കാഴ്ച അള്ളാഹിന്റെ മുമ്പിൽ വെക്കലായി. അള്ളാഹിന്റെ പേര് പറയൽ തന്നെയാണ് ഒരു കാഴ്ച. നമുക്ക് എന്തേലും ഒന്ന് സാധിക്കാൻ വലിയ വലിയ രാജാക്കന്മാരുടെയും മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ മുമ്പിൽ ഒരു ഗിഫ്റ്റ് കൊടുക്കാറില്ലേ? അത്തഹിയാത്തിൽ നമ്മൾ ഇരുന്നു കൊണ്ട് നിസ്കാരമെല്ലാം നിസ്കരിച്ച് അത്തഹിയാത്തിലേക്ക് എത്തുമ്പോൾ, അത്തഹിയാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് ത്വയ്യിബാതു ലില്ലാഹ്, എല്ലാ നിലയിലും പുണ്യങ്ങൾ നിറഞ്ഞ ഒരു തിരുമുൽ കാഴ്ച റബ്ബിന്റെ മുമ്പിൽ വെക്കാനുള്ള, രാജാവിന്റെ മുമ്പിൽ വെക്കുന്ന ഒരു കാഴ്ച വസ്തു. ഇതാ എല്ലാ നിലയിലുമുള്ളത് എൻ്റെ റബ്ബായ അള്ളാഹുവിനിക്ക് ഞാൻ വെച്ചിരിക്കുന്നു, ലില്ലാഹ് എന്ന് പറഞ്ഞ് അള്ളാഹുവിന് വേണ്ടി ഞാൻ കാഴ്ച സമർപ്പിക്കുന്നു എന്നും പറഞ്ഞിരിക്കുന്ന
നിസ്കാരവും ഒരു കാഴ്ചവെക്കലിലൂടെയാണ് റബ്ബിലേക്ക് അർപ്പിക്കുന്നത്. അതുപോലെ അസ്മാഉൽ ഹുസ്ന ചൊല്ലിയിട്ട് നിങ്ങൾ ദുആ ചെയ്യ്. അള്ളാഹു നിങ്ങളെ തിരിഞ്ഞു നോക്കും. അള്ളാഹുവിനൊരു കാഴ്ചവെക്കലാണ് അസ്മാഉൽ ഹുസ്ന ചൊല്ലുക എന്നുള്ളത്. ഒരാൾ അസ്മാഉൽ ഹുസ്ന ദിവസവും ചൊല്ലുമെങ്കിൽ അയാൾ സ്വർഗത്തിൽ കടക്കും എന്നാണ്. അസ്മാഉൽ ഹുസ്ന വമൻ അഹ്സാഹ, അതിനെ ഒരാൾ എണ്ണി എണ്ണി പറഞ്ഞാൽ ദഖലൽ ജന്ന, സ്വർഗത്തിലേക്ക് അവൻ പ്രവേശിച്ചു കഴിഞ്ഞു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. വമൻ അഹ്സാഹ എന്നതിന് കാണാതെ പഠിക്കുക എന്നുണ്ട്. അസ്മാഉൽ ഹുസ്ന എപ്പോഴും ചൊല്ലുന്നയാൾക്ക് ഹൃദയസ്ഥമാകും, അത് ബൈഹാർട്ടാകും, അതിനെ കാണാതെ ചൊല്ലുവാനുള്ള പാഠമാകും. അങ്ങനെയുള്ള അസ്മാഉൽ ഹുസ്നയിലെ 33-ാമത്തെ ഇസ്മിന് എത്രമാത്രം പ്രത്യേകതയുണ്ടെന്ന് പറഞ്ഞ, മനുഷ്യന്റെ ജീവിതത്തിലെ ചെറിയ ചെറിയ തകർച്ചകളെല്ലാം മാറി, ചെറിയ ചെറിയ പ്രതിസന്ധികളെല്ലാം നീങ്ങി വീണ്ടും അതിങ്ങനെ ഉയർത്തെഴുന്നേറ്റ് നിൽക്കും. ഒരു ചെടി, ഒരു വിള, ഒരു കൃഷിസ്ഥലത്ത് നടുന്ന ഒരു തൈ, അതിന് ബാധിക്കുന്ന എല്ലാ പുഴുക്കുത്തുകളും മാറി നല്ല ഉയർത്തെഴുന്നേറ്റ് വലിയ മരമായി ഫലപുഷ്ടമായി ആരോഗ്യത്തോടെ വളരുന്നത് പോലെ ഈ യാ ഹലീം എന്ന ഇസ്മ ചൊല്ലുന്ന ആൾക്ക് ഉയർച്ചയുണ്ടാവുന്ന, എല്ലാ ദിവസവും ളുഹ്ർ നിസ്കാരത്തിന് ശേഷം ഇത് കൃത്യമായി ചൊല്ലി വന്നാൽ, ഏതെങ്കിലും ഒരു കണക്കില് 33-ഓ 100-ഓ ഒക്കെ ചൊല്ലി വന്നാൽ സൃഷ്ടികൾ അവനെ ഇഷ്ടപ്പെട്ടു തുടങ്ങും. അവന്റെ തകർച്ചയിൽ ആരും സന്തോഷിക്കില്ല, അവൻ തകരാൻ ആരും ഇഷ്ടപ്പെടില്ല, അവന് ഒരു പുഴുക്കുത്തും വരാൻ ആർക്കും ഒരു നിലയിലും അസൂയ തോന്നില്ല. ആ നിലയ്ക്ക് അവന് ഉയർച്ചയുണ്ടാവും. ഇത് പറഞ്ഞപ്പോഴാണ് ഇതിന്റെ വേറെ ഒരു മഹത്വം കൂടി പറയാം. ഈ കൃഷി സ്ഥലത്തൊക്കെ വിളകളിൽ നാം നട്ട തൈകളിൽ, അല്ലെങ്കിൽ കഴുങ്ങ മരത്തിലോ അടക്കാമരത്തിലോ മറ്റു കൃഷിയിടങ്ങള് നമുക്ക് വരുമാനം ഉണ്ടാകുന്ന ഏത് തൈകളിലും ഈ ഇസ്മ നമ്മൾ പിഞ്ഞാണത്തിൽ എഴുതുക. യാ ഹലീം എന്ന് കറുത്ത മഷിയിൽ പിഞ്ഞാണത്തിൽ എഴുതി അത് മായ്ച്ച് ആ വെള്ളത്തിന് വലിയൊരു ബക്കറ്റ് വെള്ളത്തിലേക്ക് കലക്കി ആ വെള്ളം എല്ലാ വിളയുടെയും ചുവട്ടിൽ കൊണ്ടുപോയി അതിൻ്റെ തൈയിലും എത്താവുന്നിടത്തൊക്കെ അത് ഒന്ന് ആ വിളകളിൽ കൊണ്ടുപോയി തെളിച്ചാൽ അതിലുള്ള പുഴുകൾ ചത്ത് അതിൻ്റെ എല്ലാവിധ കേടുപാടുകളും നീങ്ങി അള്ളാഹു സംരക്ഷിക്കുമെന്നാണ്. നല്ല ഉയർച്ചയും വളർച്ചയും വിളകളുമെല്ലാം ലഭിക്കുകയും ചെയ്യും. അള്ളാഹു ഇസ്മ ചൊല്ലാൻ ഭാഗ്യം നൽകട്ടെ. ളുഹ്ർ നിസ്കാരത്തിന് ശേഷം നിത്യമായി ഒരു 33 വട്ടമെങ്കിലും നമുക്ക് പതിവാക്കാം, അല്ലെങ്കിൽ 100. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.